ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പൊ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഫസ്റ്റ് കള്ളി തുറന്നു നോക്കുക. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ബെനിഡിക്റ്റ് സ്പിരിറ്റ്. പിന്നെ ഇതിലുണ്ട് അടുത്തെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കവറുകളുണ്ട്. അതിലുള്ള എന്തെന്നാന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നമ്മളെ പണ്ടത്തെ 90s കിഡ്സേനു അല്ലടി, മറ്റേ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ പെട്ടി എടുത്തിട്ട് സ്കൂളിൽ പോക്ക്. ബാഗില്ല എൻ്റെ ഉപ്പ പറഞ്ഞേക്ക്. അപ്പം ഇതിലെന്താ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതിലൊന്നുമില്ല, ഇതിലുള്ളതെല്ലാം കാലിയാണ്. അപ്പം ഇതിലെന്താന്ന് കാണിച്ചു തരാം. ഇതിലുണ്ട് കേട്ടാ. ഇതില് ഇതെന്താ? ഇത് തെർമോമീറ്റർ ചൂട് നോക്കുന്ന. ഇത് ഒരു വെറൈറ്റി ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതങ്ങനെ തുറക്കലില്ല. ഇത് കണ്ടില്ലേ, മെർക്കുറി തെർമോമീറ്റർ. ഇത് ഡിജിറ്റൽ അല്ല കേട്ടാ, സ്പെഷ്യലാ. പിന്നെ ഉള്ളത് വെച്ചാൽ ഇത് വേറെ എന്തുണ്ടോ? ഇത് വേറൊന്നുമില്ല, ഒരു പഞ്ഞിയുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മളെ ബാഗിൽ വേറെ എന്തെല്ലാം ഉള്ളത് നോക്കാം. ഇനി ഇതിലെന്തെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം. അടുത്ത കളി ഇതിലൊന്നും ഇല്ല കേട്ടാ. ഈ കുഞ്ഞി കളിയിൽ നമുക്ക് അളക്കുന്ന ടേപ്പ് ഉണ്ട്. ഇതെന്നതിന് HB പേപ്പർ അല്ലേ? അതേനു എന്തൊരു പേപ്പർ ഉണ്ട്. അടുത്ത കളി നോക്കാം നമുക്ക്. അടുത്ത കളി എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞി പൗച്ചുണ്ട്. ഇതിലെന്തുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്പെഷ്യലാണ്. ഇടിങ്ങനെ നോക്കണ്ടടി. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് സ്ട്രിപ്സ്. മറ്റേ ഷുഗർ നോക്കുന്ന സാധനമാണ്. ഇതാണ് ഷുഗർ നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ. കണ്ടില്ലേ? അടുത്തെന്ന് വെച്ചാൽ സൂചിയുണ്ട്. നമ്മൾ കൈമ കുത്തിയിട്ട് ചോര വരുത്തിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഷുഗർ നോക്കൽ. ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇനി അടുത്തെന്ന് പറയുന്ന അതിൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്. കണ്ടോ ഗൈസ്? നിങ്ങൾ വിചാരിക്കണ്ട പണ്ടുള്ള കാലത്ത് ആരോ കുഴിച്ചിട്ടിട്ടുള്ള സാധനമാണ്. നിധിയൊന്നുമല്ല ഇത്. ആദ്യം തന്നെ നമുക്ക് ഒരു ഉളിയല്ല, ഉളി പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും പറയാം, ഹോൾഡർ. ഇതിൻ്റെ പേരാണ് ഹോൾഡർ. കണ്ടില്ലേ? അടുത്തത് ഇത് ഡ്രോപ്പർ. പിന്നെ ഇതാണ് ഇതിൻ്റെ പേര് ടെസ്റ്റിംഗ് ട്യൂബ് അല്ലേ? അതന്നെ, ടെസ്റ്റ് ട്യൂബ്. ഇതാണ് നമ്മളെ മെഷറിംഗ് കപ്പ്. ഇതിൻ്റെ പേരൊന്നും അറിയാം. പിന്നെ ഒരു തീപ്പെട്ടി ഉണ്ട്. പിന്നെ ഒരു ടൈൽസിൻ്റെ കഷ്ണമുണ്ട്. ഇതെല്ലാം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നഴ്സിംഗ് പഠിച്ച് പാസ്സായിട്ട് 20,000 ശമ്പളം വാങ്ങിയിട്ട് ഓരോരുത്തർ കാരുന്നത്. ഇത് മെഴുകുതിരി. പിന്നെ ഇതിൻ്റെ പേര് കിഡ്നി ട്രേ. കിഡ്നീൻ്റെ ഷേപ്പല്ലേ, അതുകൊണ്ടാണ് കിഡ്നി ട്രേ. അടുത്തെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ബാഗ് നമ്മൾ ഓരോ വീട്ടിലൊന്നും നിലത്തൊന്നും വെക്കാൻ പാടില്ല. ഈ പേപ്പർ വെച്ചിട്ട് ആ പേപ്പർ മേലാണ് ഈ ബാഗ് വെക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ നിലത്താണ് വെച്ചത്. അടുത്ത കളി ഓർക്കാം നമുക്ക്. ഇതിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ എൻ്റെ കണ്ടമാന സാധനങ്ങളുണ്ട്. കുറച്ച് കളറ്, പെന്ന്, പെൻസില്. പിന്നെ നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു കുടയുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഇത് പുറത്തെടുത്തില്ല. പിന്നെ ചവറുകളുണ്ട്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ കുറച്ച് നോട്ടുണ്ട്. വേറൊന്നുമില്ല. ഇനി അടുത്ത കളി ഓർക്കാം നമുക്ക്. ഈ കുഞ്ഞിക്കളി ഓർക്കാം നമുക്ക്. ഇതിലും കുറേ ന്യൂസ് പേപ്പർ മാത്രമേ ഉള്ളൂ.
ഇനി ഇപ്പുറത്തെ കുഞ്ഞിക്കളി ഓർമ്മ നോക്കാം. ഇതാണ് നമുക്ക് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ കിട്ടുന്ന ഹാൻഡ് വാഷ്. ഇതൊന്ന് വാങ്ങിയാൽ എനിക്ക് ഒന്ന് ഫ്രീ കിട്ടിയടി. സന്തൂർ സന്തൂർ. ഇതാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന, അല്ല യൂറിൻ സാമ്പിൾ എടുക്കുന്ന കണ്ടെയ്നർ. ഇതിന് യൂറിൻ കണ്ടെയ്നറാ അല്ലേ? തന്നെ അതന്നെ. ഇനി പറഞ്ഞില്ല. മുട്ടായി, നമുക്ക് ഫ്രീ ആയിട്ടൊരു മുട്ടായി കിട്ടി ഗൈസ്. ഇത് ആദ്യം ഉപയോഗിച്ച വ്യക്തിയുടെ മുട്ടായാണ്. ഇതിൽ വെച്ച് മറന്നുപോയത് കൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുന്നു. ഇത്രേ നമ്മൾ ഈ ബാഗിലുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും തന്നെ പറയുന്നത്. അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്.